രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേതസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകികോകിലം. ജയ ജാനകീ ജീവനസ്മരണം ജയ ജയ രാമ രാമ. സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. പ്രിയരെ, വാൽമീകി രാമായണത്തിൽ നമ്മൾ കണ്ടത് ദശരഥൻ്റെ ആ ചരമം വൃത്താന്തമാണ്. ദശരഥൻ മരിച്ചതിന് ശേഷം എല്ലാവരും ഉറക്കെ കരഞ്ഞ് ആ കരച്ചിൽ അന്തഃപുരമോ ആ രാജധാനിയാകെ മുഴങ്ങി. അവിടെ എല്ലാം കൂട്ടക്കരച്ചിലുണ്ടായി. പുത്രന്മാരില്ലാത്തത് കാരണം, സ്ഥലത്തില്ലാത്തത് കാരണം സംസ്കാരം തൽക്കാലം നടന്നില്ല. എല്ലാവരും കൈകേയിയെ പഴിക്കുകയും ചെയ്തു. ഇതിൻ്റെയൊക്കെ കാരണം കൈകേയിയാണ്. നരാശ്ച നാര്യശ്ച സമേത്യ സംഘശോ വിഗർഹമാണോ ഭരതസ്യ മാതരം. ഭരതൻ്റെ അമ്മയെ എല്ലാവരും വിഗർഹണത്തോടു കൂടിയിട്ട്, വെറുപ്പോടു കൂടിയിട്ട് പറഞ്ഞു. അതാണ് ഇതിനെല്ലാം കാരണം. ആ പുത്രദുഃഖത്താലാണ് ദശരഥൻ മരിച്ചു പോയത് എന്ന്. തഥാ നഗര്യാം നരദേവ സംശയേ ബഭൂവരാർത്ത നച ശർമ്മലേബിരേ. ആർക്കും സുഖമോ സമാധാനമോ ഒട്ടും തന്നെ കിട്ടിയില്ല. നേരം പ്രഭാതമായി. അനന്തരമായിട്ടുള്ള നടപടികൾ എന്തൊക്കെ വേണം എന്ന് ചിന്തിച്ചു. തൽക്കാലം ആ എണ്ണത്തോണിയിലിട്ടിട്ട് വയ്ക്കുകയാണ്. ഒരുപാട് കേടുവരരുത്. അവരൊക്കെ വരുമ്പോഴേക്കും സമയമെടുക്കുക, കേടുവരാതിരിക്കാൻ എണ്ണത്തോണിയിൽ ഇടുകയാണ്. നമ്മുടെ രാജ്യത്ത്, ഭാരതത്തിൽ ഇത് പണ്ടേ ഉണ്ട്. ശരീരം മരിച്ചു കഴിഞ്ഞാൽ കേടുവരാതെ സൂക്ഷിക്കാനുള്ള വിദ്യകളൊന്നും മറ്റു രാജ്യങ്ങളിലത്തെ കുത്തകയിലൊക്കെ അവർ മാത്രം കണ്ടുപിടിച്ചതല്ല. എന്നോ അതിനേക്കാൾ മുമ്പേ ഭാരതീയർ കണ്ടുപിടിച്ചിട്ടുണ്ട് എന്ന് നമുക്കിതിന്ന് മനസ്സിലാക്കാം. ഇത് മാത്രമല്ല, മറ്റു പല കഥകളിൽ നിന്നും അത് വ്യക്തമാണ്. ഏതായാലും അതിനുശേഷം ദ്വിജർ ഒക്കെ ചേർന്ന് കാര്യങ്ങൾ ആലോചിച്ചു. അവിടുത്തെ മുഖ്യന്മാർ, പൗരമുഖ്യന്മാരും ബ്രാഹ്മണരും ആചാര്യന്മാരും. പണ്ടൊക്കെ എന്താ വെച്ചാൽ ഈ ആചാര്യന്മാർക്കും ദ്വിജന്മാർക്കും ഭരണത്തിൽ സ്ഥാനമുണ്ട്. വസിഷ്ഠൻ പറഞ്ഞതിലപ്പുറം ആരും ചെയ്യില്ല. പുരോഹിതർക്ക് നല്ല സ്ഥാനമാണ്. അപ്പോൾ അവരുടെ ഉപദേശം കേൾക്കുക, അവർ പറഞ്ഞത് കേട്ട് നടക്കുക എന്നുള്ളത് കൊണ്ട് രാജ്യത്ത് ധർമ്മബോധത്തിന് എപ്പോഴും പ്രാധാന്യം കൊടുത്തിരുന്നു. അതുകൊണ്ടാണ് ഇവർക്കൊക്കെ പ്രാധാന്യം. അങ്ങനെ അവർ കൂടി ആലോചിച്ച് അനന്തര നടപടി ഇനി എന്താണ് ചെയ്യേണ്ടത്. തൽക്കാലം ഒരു രാജാവില്ലാത്ത ഒരവസ്ഥ രാജ്യത്ത് വന്നു. പിന്നെ കുറച്ച് ശ്ലോകങ്ങളെ കൊണ്ട് ഈ അരാജക ദോഷ കഥനം, ആ സർഗത്തിൻ്റെ പേര് തന്നെ അരാജക ദോഷ കഥനം എന്നാണ് വ്യാഖ്യാതാക്കൾ കൊടുത്തിരിക്കുന്നത്. എന്തൊക്കെയാണ് രാജാവ് ഇല്ലെങ്കിൽ ഉണ്ടാവുക, ഒരു രാജ്യത്ത് ഉണ്ടാവുന്ന സ്ഥിതിവിശേഷം എന്തൊക്കെയാണ്? നാ രാജകേ ജനപദേ വിദ്യന്മാലീ മഹാസ്വന അഭിവർഷ്ടതി പർജന്യോ മഹിം ദിവ്യേന വാരിണ. പ്രകൃതിയും കൂടി പ്രതികരിക്കും. ശരിയായിട്ടൊരു ഭരണ സംവിധാനം ഇല്ലെങ്കിൽ പ്രകൃതി പ്രതികരിക്കുന്നതാണ്. അതുകൊണ്ടാണ് പണ്ട് ഈ ന്യായേണ മാർഗേണ മഹിം മഹീഷ എന്ന ശ്ലോകത്തിൽ ചെല്ലണത്. ശരിക്കും ധർമ്മേണ മാർഗേണ എന്ന് അത്രേ വേണ്ട. ന്യായം കോടതിയിലുണ്ട്. പക്ഷെ ന്യായം എപ്പോഴും സത്യവും ധർമ്മവും ആവണമെന്നില്ല. വാദിച്ച് ജയിക്കുന്നതൊക്കെ ന്യായമാണ്. പക്ഷേ വാദിച്ച് ജയിക്കുന്നത് പലപ്പോഴും സത്യമാവണമെന്നില്ല, ധർമ്മം ആവണമെന്നില്ല. അപ്പം ധർമ്മേണ മാർഗേണ മഹിം മഹീഷ എന്നാണ് അത്രേ ശരിക്കും വേണ്ട. ധർമ്മമാർഗത്തിൽ ഭരണ നേതാക്കൾ ഭരിക്കുമ്പോഴേ മഴയോ ഉണ്ടാവുള്ളൂ, പ്രകൃതിക്ഷോഭം ഇല്ലാണ്ടിരിക്കുള്ളൂ, പ്രകൃതി ഇന്ന് ജനങ്ങൾക്ക് ഉപദ്രവം ഇല്ലാതിരിക്കുള്ളൂ. പ്രകൃതി പോലും നല്ല ഭരണത്തെ അംഗീകരിക്കുകയും തിരിച്ചായാൽ അതിൻ്റെ ആ ദോഷങ്ങൾ കാണിക്കുകയും ചെയ്യുമെന്ന് പറയണം. ഇപ്പോൾ ഇവിടെ നാസ്തി ഒരിക്കലും മഴ പെയ്യില്ല എന്നാണ് പറയണത്. അഭിവർഷതി പർജന്യോ, ഭൂമിയിൽ മഴ പെയ്യിക്കാതിരിക്കും രാജാവ് ഇല്ലെങ്കിൽ. ഒക്കെ അരാജകേ നാരാജകേ എന്ന് പറഞ്ഞിട്ടാണ് ശ്ലോകങ്ങൾ തുടങ്ങുക. അരാജകേ ധനന്നാസ്തി നാസ്തി ഭാര്യാപ്യരാജകേ. വീണ്ടും രാജകേ അരാജകേ അരാജകേ എന്ന് പറഞ്ഞു. നല്ല പത്നിമാരോ പത്നിമാരുടെ ധർമ്മങ്ങളോ അനുഷ്ഠിക്കില്ല.
ധനം ഉണ്ടാവില്ല. ധനം ഉണ്ടാവില്ല എന്ന് പറയാൻ കാരണം രാജാവിന് ജനങ്ങൾക്ക് വേണ്ടി ചിലവാക്കാൻ ധനം ഉണ്ടാവില്ല എന്നാണ് കൂടുതലും ഉദ്ദേശിച്ചത്. അപ്പോൾ നികുതി പിരിച്ചണ്ടേ, രാജാവ് ഇല്ലാണ്ട് എങ്ങനെയാണ് നികുതി പിരിക്കുക? നികുതി പിരിച്ചിട്ടില്ലെങ്കിൽ എങ്ങനെയാണ് കാര്യം നടക്കുക? പലപ്പോഴും നമുക്ക് ഈ നികുതി എന്ന് കേട്ടാൽ നെറ്റി ചുളിയും ഇല്ലേ, നമ്മൾ കൊടുക്കേണ്ടതാകൊണ്ടാണ്. പക്ഷേ അങ്ങനെ ഇല്ലെങ്കിൽ എങ്ങനെ ഗവൺമെൻറ് നിലനിൽക്കുക ആലോചിച്ച് നോക്കിയാൽ. നികുതി പിരിക്കുമ്പോൾ നമുക്ക് കൊടുക്കാണ്ടിരിക്കുക, ഇതിനായി നികുതി ഇങ്ങനെ പിരിക്കണമെന്നോ അധികമായി എന്നൊക്കെ നമ്മൾ പലപ്പോഴും പറഞ്ഞാൽ ഈ നികുതി എന്ന് പറഞ്ഞ സംഭവം രാജാവിൻ്റെ വരുമാനമാണ്. നമുക്ക് ശമ്പളമോ മറ്റു വരുമാനമോ ഉള്ള പോലെ തന്നെയാണ്. അതില്ലെങ്കിൽ എങ്ങനെ ഗവൺമെൻറ് ഓടും? ഗവൺമെൻറ് മെക്കാനിസം ഓടണം എന്നുണ്ടെങ്കിൽ നികുതി. അപ്പോൾ അത് പിരിക്കാത്തതുകൊണ്ട് എന്തുണ്ടാവില്ല? രാജാവിന് ചിലവാക്കാൻ തന്നെ ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് എന്തുണ്ടാവില്ല? നല്ല കാര്യങ്ങളോ ജനങ്ങൾക്ക് വരുമാനം ഉണ്ടാവുന്ന കാര്യത്തിനെ അത് ബാധിക്കുമല്ലോ. നല്ല രീതിയിലുള്ള ഭരണം ആ ഒരു ഓടുന്ന അല്ലെങ്കിൽ നടന്നു പോകുന്ന കണ്ടീഷൻ അല്ലെങ്കിൽ ആ നിലയിലുള്ള രാജ്യത്തെ ജനങ്ങൾക്ക് സമ്പാദ്യം ഉണ്ടാവുള്ളൂ. നിശ്ചലമായി കഴിഞ്ഞാൽ സമ്പാദ്യം ഉണ്ടാവില്ല. അല്ലേ, കോവിഡ് കാലത്ത് ഇവിടേക്ക് അടച്ചിട്ടു. ലോക്ക്ഡൗൺ വന്നപ്പോൾ എത്ര ആളുകളാണ് പിന്നാക്കം പോയത്. വണ്ടി ഓടുന്നില്ല, ബസ് ഓടുന്നില്ല, അപ്പോൾ അവർക്ക് വരുമാനമില്ല, കടകൾ അടഞ്ഞു കിടന്നു. അതൊന്ന് നേരെയായി കിട്ടാൻ വളരെ താമസം വന്നു. ഇപ്പോഴാണ് കഷ്ടിച്ച് ഇങ്ങനെ ആ ഒരു നിലയിലെത്തിയിരിക്കുന്നത്. അപ്പോൾ അരാജകത്വം വന്നാൽ കടകൾ നടക്കില്ല, വിൽപ്പന നടക്കില്ല, കച്ചവടം നടക്കില്ല. അതുകൊണ്ട് ജനങ്ങൾക്ക് ധനാഗമ മാർഗത്തെ അത് ബാധിക്കും. നല്ല പൂങ്കാവനങ്ങളോ പുണ്യാലയങ്ങളോ ആരും പണി കഴിപ്പിക്കില്ല. കാരണം പലതും രാജാവിൻ്റെ നേതൃത്വത്തിലാണ് നടന്നു പോകുന്നത്. അരാജകേ ജനപദേ മഹായജ്ഞേഷു യജ്ഞന. വീണ്ടും അരാജകേ ജനപദേ, രാജ്യമില്ലാത്തതായിരിക്കുന്ന സ്ഥലത്ത് എന്തുണ്ടാവില്ല? യജ്ഞങ്ങൾ ഉണ്ടാവില്ല. യജ്ഞങ്ങൾ നടത്തിയാൽ തന്നെ വേണ്ട വിധത്തിലുള്ള ദക്ഷിണ കൊടുത്ത യജ്ഞാചാര്യന്മാരെ തൃപ്തിപ്പെടുത്തുകയും ഇല്ല. വിസർജന്ത്യ ആപദ ദക്ഷിണ. അത് ഒരു വലിയ അപകടമാണ്, അല്ലെങ്കിൽ അനർത്ഥമാണ് അത്രേ രാജ്യത്ത്. യജ്ഞാചാര്യജ്ഞ നടത്തി കഴിഞ്ഞാൽ അവർക്കുള്ള ദക്ഷിണ അത് കൊടുക്കുക എന്നുള്ളത് ഇല്ലെങ്കിൽ ആ രാജ്യത്ത് പുരോഗതിയോ ഐശ്വര്യ സമ്പത്തോ ഉണ്ടാവില്ല. പിന്നെ പറഞ്ഞു നാരാജകേ ജനപദേ, ഒക്കെ ശ്ലോകത്തിൻ്റെ ആദ്യം നാരാജകേ ജനപദേ പ്രകൃഷ്ട നടനർത്തകാഹ. സന്തോഷമില്ലാത്തതുകൊണ്ട് എന്തുണ്ടാവില്ല? നടന്മാരോ നർത്തകന്മാരോ ജനങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ നല്ല സഭകളോ ഉത്സവങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ഈ ഉത്സവാദികളും നല്ല കാര്യങ്ങളും ഉണ്ടാവുകൊണ്ടാണ് എന്തുണ്ടാവുന്നത്? അവിടെ ഡാൻസ്, നാടകം, പാട്ട് ഇതൊക്കെ ഉണ്ടാവുന്നത്. ഉത്സവങ്ങളില്ലാതിരിക്കേ എന്തുണ്ടാവില്ല? എൻ്റർടൈൻമെൻറ്റ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ആ രാജ്യത്ത് ഉണ്ടാവില്ല എന്ന് പറയുകയാണ്. നാരാജകേ ജനപദേ സിദ്ധാർത്ഥ വ്യവഹാരിണ. നല്ല കച്ചവടക്കാരോ വ്യവഹാരികളോ അതുപോലെ തന്നെ കഥ പറയണ കാതികന്മാർ, ഹരികഥാ കാലക്ഷേപം എന്നൊക്കെ പറഞ്ഞ് ഭഗവാന്റെ കഥ പറഞ്ഞ് നടക്കുന്ന ആളുകളുണ്ടായിരുന്നു പണ്ട്. ഹരികഥാ കാലക്ഷേപം ഇപ്പോൾ കഥാപ്രസംഗത്തിന് പൊതുവേ താല്പര്യമില്ലാത്തൊരു കാലമാണ്. പണ്ട് പ്രധാനപ്പെട്ടൊരു സംഘടന ഉത്സവമാണെങ്കിലും വേറൊന്നാണെങ്കിലും വിശേഷങ്ങൾക്കൊക്കെ ഈ കഥാപ്രസംഗം ഉണ്ടാവും. അപ്പം അങ്ങനത്തെ കാതികന്മാരും അവരുടെ കഴിവ് കാണിച്ച് വിലസുക എന്നുള്ളത് ഉണ്ടാവില്ല. പിന്നെ പറയുകയാണ് പലരും പൂങ്കാവനങ്ങളിൽ വിലഹരിക്കാൻ പോവാറില്ല. നാരാജകേ ജനപദേ ഉദ്യാനാനി സമാഗത. ഉദ്യാനത്തിൽ ഇറങ്ങിയിട്ട് സ്ത്രീകളോ കന്യകമാരോ ബാക്കിയുള്ളവരോ ഉലാത്താനോ നടക്കാനോ വൈകുന്നേരത്ത് ഒത്തുചേരലുണ്ടാവില്ല. മൊത്തത്തിൽ എല്ലാവർക്കും ദുഃഖമാണ്. അപ്പോൾ ആരും പുറത്തേക്ക് ഇറങ്ങുകയോ ചെയ്യില്ല. അതുപോലെ വാതിൽ വളരെയധികം തുറന്നിടാനുള്ള ധൈര്യം ആർക്കും ഉണ്ടാവില്ല. എപ്പോഴും അടച്ചിട്ടിട്ട് അതൊരു അമംഗളമാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഈ മെയിൻ വാതിൽ വീടിൻ്റെ ഉമ്മർത്ത് അടച്ചിടാൻ പാടില്ല എന്നാണ്. രാവിലെ തുറന്നിട്ടാൽ പിന്നെ കിടക്കുമ്പോഴേ അടയ്ക്കാവൂ. അത് തുറന്നിടുന്നതാണ് വീടിനൊരു ഐശ്വര്യം. എന്തിനാണത്? കള്ളന്മാരെ പേടിച്ചിട്ടാണ് അടയ്ക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താ? എപ്പോഴും കള്ളന്മാരുണ്ടാവും. അങ്ങനെ വാതിൽ തുറന്നിടാറില്ല, കള്ളന്മാരുടെ ഉപദ്രവം ഉണ്ടാവും. പിന്നെ പറയണ നാരാജകേ ജനപദേ ബദ്ധഗണ്ഡ വിഷാദിന. നല്ല നല്ല ആനകൾ അവരുടെ ശബ്ദം ഉണ്ടാക്കിയിട്ടോ ചിഹ്നം വിളിച്ചിട്ടോ മണി കെട്ടി രാജപാതയിലൂടെ നടക്കാറില്ല. ഒക്കെ സന്തോഷമുള്ള സമയത്തല്ലേ ചെയ്യുള്ളൂ. ആയുധാഭ്യാസം നടക്കില്ല. ആരും അസ്ത്രവിദ്യ പഠിക്കുക, ആയുധാഭ്യാസം നടത്തുക, അതും പലരും നടക്കില്ല. നാരാജകേ ജനപദേ വാണിജ്യോ ദൂരഗാമിന. ഇനി മനോ നാരാജകേ ജനപദേ, രാജാവില്ലാത്തതായ ജനപദങ്ങളിൽ കച്ചവടക്കാർ കച്ചവടം ധാരാളമായി ചെയ്യാറ് പതിവില്ല. കച്ചവടം ചെയ്യലും ഇല്ലാതാവുന്നു. അതുപോലെ പലരും കുതിര സവാരി ചെയ്യുന്നില്ല എന്ന് പറയുകയാണ്.
നാരാജകേ ജനപദേ യോഗക്ഷേമേ പ്രവർത്തതേ നജാപ്യരാജകേ സേനാ ശത്രുൻ വിഹരതേ യുധി. യോഗക്ഷേമം വേണ്ട പോലെ പുലരില്ല. യോഗം വരുന്നത് ചേരുന്നത് ക്ഷേമം അത് അനുഭവിക്കണത്. ഇത് രണ്ടും നല്ലപോലെയുള്ള യോഗക്ഷേമമോ സുഖമോ ജനങ്ങൾക്ക് ഉണ്ടാവില്ല. കുതിരകൾ സന്തോഷത്തോടു കൂടിയിട്ടുള്ള ഓടലും ഉണ്ടാവില്ല എന്ന് പറയണം. നാരാജകേ ജനപദേ കിട്ടൈ പരമവാജിബി. വാജി എന്ന് പറഞ്ഞാൽ കുതിര. നാരാജകേ ജനപദേ, എല്ലാ ശ്ലോകത്തിലും നാരാജകേ ജനപദേ അരാജക ദോഷ കഥനമാണ്. അതുപോലെ തന്നെ പണ്ഡിതന്മാർ പരസ്പരം വാദപ്രതിവാദങ്ങളിൽ ഏർപ്പെടുകയില്ല. രേവതി പട്ടത്താനം അല്ലെ, അതുപോലെ കടവല്ലൂർ അന്യോന്യം ഇതൊക്കെ എന്താ വെച്ചാൽ ഈ വാദപ്രതിവാദങ്ങളെ വേദങ്ങളുമായിട്ടും അറിവുമായിട്ടും ബന്ധപ്പെട്ട കാര്യങ്ങൾ അങ്ങനെയുള്ളതൊന്നും ഉണ്ടാവില്ല. ഒക്കെ നടത്തുന്നതാര രാജാവാണ്. അതുപോലെ മാല, ദക്ഷിണ, മറ്റ് വിധത്തിലുള്ള നിവേദിക്കാനുള്ള വസ്തുക്കൾ ഉണ്ടാക്കിയിട്ടുള്ള പൂജകൾ, വിപുലമായിട്ടതോ കുറച്ച് വലിയതായിട്ട് രീതിയിലുള്ള പൂജകളോ ഒന്നും തന്നെ ഉണ്ടാവില്ല. നാരാജകേ ജനപദേ ചന്ദനാഗരി രൂഷിത. പിന്നെയും പറഞ്ഞു നാരാജകേ ജനപദേ, അരാജകമായിട്ടുള്ള ജനപദങ്ങളിലും നഗരങ്ങളിലും രാജകുമാരന്മാർ സന്തോഷത്തോടു കൂടി അഖില ചന്ദനം മുതലായിട്ട് അതിൻ്റെ കുറിയക്കെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ടിട്ടുള്ള നടത്തം ഉണ്ടാവില്ല. റോട്ടിൽ കൂടെയുള്ള ജനങ്ങളുടെ സഞ്ചാരമൊക്കെ ഈ ചലനാത്മകതയാണ് കാണിക്കുന്നത്. അപ്പം അത്തരം ചലനാത്മകതകൾ ഉണ്ടാവാത്തത് കാരണം വെള്ളമില്ലാത്ത പുഴ പോലെയും ചന്ദ്രനില്ലാത്ത ആകാശം പോലെയും പുല്ലില്ലാത്ത കാട് പോലെയും നഗരമായി തീരും. ഒക്കെ ഐശ്വര്യത്തിൻ്റെയും നല്ല സംഗതികളുടെയും ഒക്കെ പ്രതീകമാണ്. എന്തായാലും തേരിൻ്റെ അടയാളം എന്ന് പറയുന്നത്, തേരിൻ്റെ ബലം എന്ന് പറയുന്നത് അതിൻ്റെ കൊടിമരമാണ്. ആ കൊടിമരം ഇവിടെ ആരാണെന്ന് ചോദിച്ചാൽ രാജാവാണ്. കൊടിമരമാകുന്ന രാജാവ് പൊട്ടി വീണ എന്താ ഉണ്ടാവുക? കൊടിമരം പൊട്ടി വീണ മൊത്തത്തിൽ അമംഗളം. അതുതന്നെയാണ് ഇപ്പോൾ ഇവിടെ ഈ രാജ്യത്ത് ഉണ്ടാവുക. ഒക്കെ വസിഷ്ഠാദികൾ പരസ്പരം ചർച്ച ചെയ്തിട്ട് പറയുകയാണ്, സൽസ്വഭാവികളായിട്ടുള്ള ആളുകൾ വളരെയധികം കുറയും രാജാവില്ലെങ്കിൽ. കാരണം തെറ്റ് ചെയ്താൽ ശിക്ഷിക്കാൻ ആൾ വേണ്ടേ. അപ്പോൾ തെറ്റ് ചെയ്യാനുള്ള ആ മടി കുറയും. മറ്റത് പേടിയുണ്ടാവും. അതുകൊണ്ട് ധർമ്മം നിലനിൽക്കും രാജാവ് ഉണ്ടെങ്കിൽ. ഇല്ലെങ്കിലോ സത്യവും ധർമ്മവും ഇല്ലാണ്ടാവും. ശരിക്ക് ഒരു രാജ്യത്തെ ജനങ്ങളുടെ മാതാവും പിതാവും അവരുടെ സധർമ്മവും എല്ലാമാണ് രാജാവ്. ഇപ്പം ആ രാജകേ ജനപദേ, രാജാ സത്യഞ്ച ധർമ്മച്ച രാജാ കുലപതാംകുലം. കുലം, സത്യം, ധർമ്മം, മഹിമാമുണ്ടായിട്ടതെല്ലാം രാജാവായിരിക്കെ രാജാവില്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ ശരിയായ വിധത്തിൽ ഉണ്ടാവില്ല. എല്ലാം ഇരുട്ടിലായ പോലെ ആയിത്തീരും എന്നൊക്കെ പറഞ്ഞു. ഇതുകൊണ്ട് എന്താണ് വേണ്ടത്? നല്ലൊരു രാജാവിന്, പ്രത്യേകിച്ച് ഇവിടെ ഭരതനാണല്ലോ കൈകേയി രാജ്യം കൊടുത്തിരിക്കുന്നത്. ക്ഷോകവംശത്തിൽ പെട്ടിട്ടുള്ള ആൾക്ക് തന്നെ ഭരിക്കും വേണം. അപ്പോൾ ഭരതനുള്ളപ്പോൾ ഭരതൻ രാജാവാവട്ടെ എന്ന് പുരോഹിതാദികളും പൗരപ്രമുഖ്യന്മാരും പറയുകയാണ്. സനസമീക്ഷ്യ നിജവര്യവൃത്തം നൃപം വിനാ രാഷ്ട്രമരണാത്യഭൂതം കുമാരം ഇക്ഷ്വാകുസുതം വധന്യം ത്വമേവ രാജാനം ഇഹാഭിഷേചയാം. ഹേ ദ്വിജേന്ദ്ര, ഈ രാജ്യത്ത് ഇങ്ങനെയൊക്കെ ആയിരിക്കുക, ഇക്ഷ്വാകുവംശനായിരിക്കുന്ന വംശജനായിരിക്കുന്ന ഭരതനെ രാജാവായിട്ട് വാഴിച്ചാലും ഇതാണ് ഇപ്പോൾ നമ്മുടെ കർത്തവ്യം എന്ന് ബ്രാഹ്മണരോട് പലരും പറഞ്ഞു. കൂടിയിട്ടുള്ള പ്രമുഖ്യന്മാർ ആവശ്യപ്പെട്ടു, പറഞ്ഞു. അതൊക്കെ അവർക്ക് ഏകദേശം ബോധ്യമാവും ചെയ്തു. ഇപ്പോൾ ഭരതനാണല്ലോ വാഴേണ്ടത്. അങ്ങനെ വസിഷ്ഠൻ പറഞ്ഞു, തേഷാം തദ്വചനം ശുത്വ വസിഷ്ഠപ്രത്യുവാചഹ. വസിഷ്ഠൻ മറുപടി പറഞ്ഞു, മിത്രാമാത്യജനാൻ സർവാൻ ബ്രാഹ്മണാൻ താം നിദം വജ യദസോ മാതുലകുലേ തദ്ദത്ത രാജ്യ യദസോ മാതുലകുലേ ദത്തരാജ്യപരം സുഖി ഭരതോ വസതി പ്രാത്ര ശത്രുഘ്നേന സമന്വിത. ശത്രുഘ്നോട് കൂട്ട് ഭരതാൻ എവിടെയാണോ വാഴുന്നത് ഉടനെ അവിടേക്ക് ദൂതന്മാർ പോയി അവരെ കൊണ്ടുവരട്ടെ. അത്യാവശ്യമായിട്ട് വരേണ്ട കാര്യമുണ്ട്. വേഗമുള്ള കുതിരകളിൽ കയറി ഉടനെ യുധാജിത്ത് ആ കേകയ രാജ്യത്തേക്ക് പോകട്ടെ. തച്ചീക്രം ജപനാദൂത ഗച്ഛന്ത്യ ത്വരിതേർഹയ. വേഗതയുള്ള കുതിര, ത്വരിതം വേഗം, കഹ കുതിര, ത്വരിതയുള്ള ആ കുതിരയിൽ കയറിയിട്ട് അവരെ ഉടനെ കൂട്ടിക്കൊണ്ടുവരിക. അമാത്യന്മാരുടെ പേരൊക്കെ വിളിച്ചിട്ട് വസിഷ്ഠാദികൾ പറഞ്ഞു, സിദ്ധാർത്ഥ, വിജയ, ജയന്ത, അശോക, നന്ദന വന്നാലും വേഗം വരൂ, ഞാൻ പറയുന്നത് കേൾക്കൂ, നിങ്ങളോട് ചെയ്യേണ്ടത് പറയാം. പുരം രാജഗൃഹം ഗത്വ ശീഘ്രം ശീഘ്രജവൈർ ഹയേഹി. വളരെ വേഗമുള്ള കുതിരകളിൽ കയറിയിട്ട് നിങ്ങളെല്ലാം
കൈകേയ രാജ്യത്ത് പോവുക. ആ നഗരത്തിൽ ചെന്നിട്ട് ഭരതനോടും ശത്രുഘ്നോടും ഞങ്ങൾ വിളിക്കുന്നുണ്ട്, വേഗം വരണം, അടിയന്തരമായ കാര്യമുണ്ട് എന്ന് പറയണം. ഇവിടെ ഈ ദശരഥ ചരമത്തെക്കുറിച്ച് ഒന്നും അവിടെ പറയണ്ട, അതൊക്കെ ഇവിടെ വന്നിട്ട് പറയാം. പെട്ടെന്ന് വരണം എന്ന് മാത്രം ഇപ്പോൾ പറഞ്ഞാൽ മതി. അതിനുവേണ്ടി രാജാവിന് വേണ്ടതായിരിക്കുന്ന ധാരാളം വെൺപട്ട് വസ്ത്രങ്ങൾ, വിശിഷ്ട ആഭരണങ്ങൾ, ഇതെല്ലാം നിങ്ങൾ എടുത്തു കൊണ്ടുപോയിക്കോളൂ. ഭരതൻ രാജാവ് എന്ന് പറഞ്ഞപ്പോൾ ആ രാജാവുമാണ്, കൈകേയ രാജാവും ആവാം, ഭരതനുമാണ്. അപ്പോൾ അവർക്കൊക്കെയുള്ള കാഴ്ചദ്രവ്യങ്ങൾ കൊണ്ടുപോകാമെന്ന് പണ്ടൊരു സമ്പ്രദായമുണ്ട്. അതിനനുസരിച്ചിട്ട് ഇതെല്ലാം രാജാവിന് കൊണ്ടേ കൊടുക്കുക. രാജാവിന് കൊടുക്കാമെന്ന് ഭരതനും ഉണ്ട്, കൈകേയ രാജാവിനും ഉണ്ട്. രണ്ടാൾക്കും വേറെ വേറെ കൊടുത്തിട്ടുണ്ട്. ഇന്ന ആൾക്ക് ഇത്ര കൊടുക്കണമെന്നും പറഞ്ഞിട്ട്. ആ ആജ്ഞ കിട്ടുന്നത് താമസമേ ഉള്ളൂ. വേഗം അവർ കൈകേയ രാജ്യത്തേക്ക് പുറപ്പെട്ടു. കുതിരകളെ കാര്യങ്ങളൊക്കെ തയ്യാറാക്കി എല്ലാം സജ്ജീകരിച്ച് ഗംഗ, മന്ദാകിനി മുതലായിട്ടുള്ള നദി, മാലിനി നദി ഇതൊക്കെ കടന്നു. മാലിനി കഴിഞ്ഞു, മന്ദാകിനി, പിന്നെ ഗംഗ കഴിഞ്ഞു. ഗംഗാ നദിയും കടന്ന് ആ പുഴയെല്ലാം നല്ല വേഗതയിൽ സഞ്ചരിച്ചു. പല പൊയ്കകളുണ്ട്, പുഴകളുണ്ട്, എല്ലാം കണ്ട് അവർ പോവുകയാണ്. ബോധി വൃത്തം എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലം, പല സ്ഥലം ഇടയിലുള്ള ക്ഷുമതി പറഞ്ഞിട്ടുള്ള നദി, ഇതെല്ലാം ഭരതനെ കാണാൻ വേണ്ടിയിട്ട് ഈ ഭൃത്യന്മാർ പിന്നിട്ടു എന്ന് പറയണം. ധാരാളം നിർമ്മല ജലമുള്ള പൊയ്കകൾ, ധാരാളം ഒഴുക്ക് വെള്ളം ഉള്ളതായിട്ടുള്ള നദികൾ എല്ലാം കടന്ന് അവർ അതിവേഗത്തിൽ പോവുകയാണ്. അങ്ങനെ ശരദണ്ഡ നദി എന്ന് പറഞ്ഞിട്ടൊരു നദിയുണ്ട്, അത് കടന്നു. അതുപോലെ തന്നെ നികുല വൃക്ഷം എന്ന് പറഞ്ഞിട്ടൊരു വൃക്ഷത്തെ കണ്ടു. ആ വൃക്ഷത്തിനെ വന്ദിക്കണം, അതാണ് പണ്ടത്തെ പതിവ്. അതുപോലെ കലിംഗപുരിയിൽ പ്രവേശിച്ചു. അത് കഴിഞ്ഞ് ബോധിഭവനം എന്നുള്ള സ്ഥലത്ത് എത്തി എന്ന് പറയുകയാണ്. അങ്ങനെ പറഞ്ഞതായിട്ടുള്ള പല നദികൾ. അതുപോലെ തന്നെ സുദാമ എന്ന് പറഞ്ഞിട്ടൊരു നദി ഉണ്ടായിരുന്നു, ആ നദിയുടെ അടുത്തേക്ക് പോയി. അതുപോലെ വിഷ്ണുപാദ, വിഭാഷ, ശാൽമലി എന്നൊക്കെ പറയുന്ന നദികളെയൊക്കെ ദർശിച്ച്, ഗംഗയുടെ ഓരോ ഇതാണ് പര്യായ പേരുകളായിട്ടും ചിലപ്പോൾ ഈ വാക്കുകൾ പലതും ഉപയോഗിക്കും. പല പൊയ്കകൾ കണ്ടു, പല തടാകങ്ങൾ കണ്ടു, സരസ്സുകൾ കണ്ടു. അവരെയൊക്കെ കണ്ടിട്ട് മൃഗങ്ങൾ, മറ്റ് പക്ഷികൾ, വഴിയുള്ള കാഴ്ചകൾ ഇതെല്ലാം കണ്ടിട്ട് ഗിരിവ്രജം എന്ന് പറഞ്ഞിട്ടൊരു പട്ടണം, അത് കടന്നു. അങ്ങനെ അവസാനം ആ കൈകേയ രാജ്യത്ത് എത്തുകയാണ്. ഭർത്തുപ്രിയാർത്ഥം കുലരക്ഷണാർത്ഥം ഭർത്തുച്ച വംശസപരിഗ്രഹാർത്ഥം അകേടമാവർത്തരയാ സ്മഭൂദൂത രാത്രിയാം തുതേ തൽ പുരമേവയാത. രാജ്യത്തിൻ്റെ ശ്രേയസ്സിനും അരാജകത്വം ഇല്ലാതിരിക്കാനും വേണ്ടി ശ്രദ്ധയോടെ വേഗം ആ രാത്രി തന്നെ, പകൽ പുറപ്പെട്ടു, രാത്രി തന്നെ നഗരത്തിൽ എത്തി. ആ സമയത്ത് അവിടെ ചില സംഭവങ്ങളെ പറ്റിയിട്ടാണ് പറയണത്. എന്താ വെച്ചാൽ ഭരതൻ അവിടെ ഉണ്ടല്ലോ, ശത്രുഘ്നനും അതിഥിയായിട്ടുള്ള അവർക്ക് സന്തോഷിക്കാൻ ധാരാളം വാദ്യങ്ങൾ, സംഗീതങ്ങൾ, സന്തോഷങ്ങൾ മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും ഭരതൻ സന്തോഷിക്കുന്നില്ല. കാരണം ഒരു സ്വപ്നം കണ്ടതായിട്ടുള്ള ഹാങ് ഓവർ എന്ന് പറയുമല്ലോ നമ്മൾ, ദുഃഖത്തിൻ്റെ ഛായയിലായിരുന്നു ഭരതൻ. അപ്പോൾ ഇവർ വാദങ്ങൾ, നാദങ്ങൾ, വീണ, സംഗീതം, മറ്റ് പരിപാടികൾ, കലാപരിപാടികൾ, അതിഥിയെ സന്തോഷിപ്പിക്കാനുള്ള മര്യാദയോടുകൂടി കേകയൻ വേണ്ട പോലെ അതൊക്കെ ചെയ്തിട്ടുണ്ട്. ചിലർ നാടകം അഭിനയിച്ച് കാണിച്ചു, വീണ മീട്ടി, ചിലർ നൃത്തം ചെയ്തു, ചിലർ. ഇതൊക്കെ ആയിട്ടും ഭരതൻ സന്തോഷിക്കാത്തതായിട്ട് സമയത്ത് അവർ ചോദിച്ചു, എന്താണ് ഇത്രയെല്ലാമായിട്ടും അങ്ങ് സന്തോഷിക്കുകയോ ഒരു തരത്തിലുള്ള പുഞ്ചിരി പോലും അങ്ങയുടെ മുഖത്തില്ലല്ലോ, വിനോദങ്ങളിലൊക്കെ സന്തോഷിക്കാത്തത് എന്താണ്? സുഹൃത്ഭിപര്യുപാസീന കിം സഖേ നാനുമോദസേ, എന്താണ് സഖേ അങ്ങ് സന്തോഷിക്കാത്തത്? അപ്പം പറഞ്ഞു, ഞാനൊരു വലിയ ദുസ്വപ്നം ഇന്നലെ കണ്ടു. അത് കേവലം ഒരു സ്വപ്നമായിട്ട് തള്ളാൻ എനിക്ക് സാധിക്കണില്ല. ചില സ്വപ്നങ്ങൾ അങ്ങനെയാണ്, എല്ലാ സ്വപ്നങ്ങളും അങ്ങനെയൊന്നും അല്ല കേട്ടോ. കണ്ടു അതോടെ കഴിഞ്ഞു, ഒരർത്ഥവും ഇല്ലാണ്ട് ഘടിക്കാത്ത സ്വപ്നങ്ങൾ ധാരാളം ഉണ്ടാവും. ഒരിക്കലും സംഭവിച്ചിട്ടില്ലാത്തതും സ്വപ്നമൊക്കെ കഴിഞ്ഞാൽ ഒന്നും ഉണ്ടായിട്ടുമില്ല, അങ്ങനെ എത്ര സ്വപ്നം നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ചിലപ്പോൾ ഇതൊക്കും. അങ്ങനെ ഒരു സ്വപ്നം ഞാൻ കണ്ടു, എനിക്ക് വളരെയധികം മനസ്സിന് വിഷമവും ഭീതിയും സങ്കടമൊക്കെ ഉണ്ടാക്കുന്ന സ്വപ്നമായിരുന്നു. അപ്പോൾ ചിലർ ചോദിച്ചു, അങ്ങ് കണ്ട സ്വപ്നം എന്താണ് എന്ന് പറയൂ. അപ്പോൾ പറഞ്ഞു, അച്ഛനായിരിക്കുന്ന ദശരഥൻ ചാണകക്കുഴിയിൽ വീണു എന്ന് സ്വപ്നം കണ്ടു. ചാണകക്കുഴിയിൽ നീന്തൽ, കയറാൻ പറ്റാതിരിക്കൽ, മാലിന്യമാർന്ന്
ചാണകം മുഴുവൻ മേലായിട്ട് സ്വപ്നം കാണുന്നത് വളരെ മോശമായിട്ടുള്ള സ്വപ്നമാണ്. ചാണകത്തിനെ സ്വപ്നം കാണുന്നത് നന്നല്ല എന്നാണ്. അത് കണ്ടു. മാത്രമല്ല കൈക്ക് മുമ്പിൽ എണ്ണ കുടിക്കുന്നത് കാണുക, എണ്ണ തേച്ച് കാണുക, എണ്ണ തേച്ച് കുളിക്കുന്നത് കാണുക. വെറുതെ കുളിക്കുന്നത് കണ്ടുകൊണ്ട് കുഴപ്പമില്ല, എണ്ണ പ്രത്യേകമായിട്ട് തേച്ച് കാണുക. ചില പറയും സദ്യയിൽ ഇങ്ങനെ ഊണ് കഴിക്കണത് കാണരുത് എന്ന്. ഇലയിൽ ചോറും വിഭവങ്ങളൊക്കെ വിളമ്പിയിട്ട് ഊണ് കഴിക്കണത് കാണുക. അവയവങ്ങൾ എവിടെയെങ്കിലും മുറിഞ്ഞ് കാണുക, അത് പല്ലൊക്കെ പോയി എന്ന് കാണുക, മരണലക്ഷണമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഭരതൻ ഇവിടെ എന്തൊക്കെ കണ്ടു? ഈ എള്ള് കൂട്ടിയ ചോറ് ഉണ്ണണതായിട്ട് കണ്ടു. എള്ള് കൂട്ടിയ ചോറ് ഊണ് കഴിക്കുക. എള്ള് പിതൃകർമ്മത്തെ സൂചിപ്പിക്കുന്നതാണ്. കടലിൽ വെള്ളമില്ലാത്തതായിട്ട് കാണുക. കടലെന്ന് മാത്രം വേണ്ട, ഇവിടെ കടലെന്ന് പറഞ്ഞു വെച്ചാൽ കുളമാണെങ്കിലും പുഴയാണെങ്കിലും വറ്റിയതായിട്ട് കാണരുത്. ധാരാളം ജലം നിറഞ്ഞതായിട്ട് കണ്ടാൽ നല്ലതും വറ്റിയ ജലമായിട്ട് കണ്ടാൽ ചീത്തയാണ്. അതുപോലെ ചന്ദ്രൻ താഴത്തേക്ക് വീണു എന്ന് സ്വപ്നം കണ്ടു എന്നാണ്. അങ്ങനെ സ്വപ്നം കാണുക. രാജാവിനായിട്ട് ബന്ധപ്പെട്ട ആനയുടെ കൊമ്പ് പൊട്ടി എന്ന് കാണുക. ഈ വക സംഗതികളൊക്കെയാണ് ദുസ്വപ്നമായിട്ട് ഞാൻ കണ്ടത്. പിന്നെ രാജാവിന് കറുത്ത വസ്ത്രം ഉടുത്തതായിട്ടും കണ്ടു. അത് നന്നല്ലാത്രേ. കറുപ്പ് എപ്പോഴും ശോക കാരണമാണ്, ശോകത്തിൻ്റെ സൂചകമാണ്. കറുത്ത വസ്ത്രം ധരിച്ചതായിട്ട് ഞാൻ സ്വപ്നം കണ്ടു. കഴുത വലിക്കണ തേര്, കഴുതയെ സ്വപ്നം കണ്ട ഒരിക്കലും നല്ലതല്ല എന്നാണ്. സർവേ അമംഗളമായിട്ട് നമ്മൾ ദേഷ്യം വന്നാൽ അതിൻ്റെ മുഖം നോക്കി പേര് വിളിക്കാൻ കാരണം. കഴുത ഒരു ദുശ്ശകുനായിട്ടാണ് കാണുക. പൊതുവേ ആ ജീവിയെ കൊണ്ട് വലിയ ഉപദ്രവമൊന്നും ആർക്കും ഇല്ല, ഉപകാരം ധാരാളമുണ്ട്. പിന്നെ എന്തിനാ ഈ കഴുതയെ ദേഷ്യം വന്ന കഴുതയെന്ന് വിളിക്കണം? എന്ത് ദോഷം അത് ചെയ്യണ്ടല്ലോ. അതിന് ദ്രോഹമൊന്നും ചെയ്യണ ജീവിയല്ല. സിംഹോ കടുവയെ ഉപദ്രവിക്കണ പോലെ നമ്മളെ ഉപദ്രവിക്കില്ല. പക്ഷേ അതിനെ സ്വപ്നം കണ്ടാൽ ഒരു വലിയ ചീത്ത കാര്യം ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ടാണ് കഴുതയെ എല്ലാവർക്കും അവജ്ഞ. അപ്പം കഴുത തേര് വലിച്ചിട്ട് തെക്ക് ഭാഗത്തേക്ക് പോണ് കണ്ടു എന്നാണ്. ഈ തെക്കോട്ടുള്ള പോക്ക് നമ്മൾ പറയും പൊതുവേ മരണത്തിന് അല്ലേ. അപ്പോൾ ആ തെക്ക് ഭാഗത്തേക്ക് പോകുന്നതായിട്ട് കണ്ടു. ഒരു രാക്ഷസി എൻ്റെ അച്ഛനെ ഇങ്ങനെ പിടിച്ച് വലിച്ച് അഴയ്ക്കണതും ഞാൻ കണ്ടു. എന്തായാലും ഒരു മരണം ഉറപ്പാണ്. അത് ആർക്കാണോ വന്നു ചേരുക നിശ്ചയില്ല. രാമനോ രാജാവോ ലക്ഷ്മണനോ മരിച്ചിട്ടുണ്ടാവും. എന്തായാലും തനിക്കല്ല എന്നാണ് അങ്ങനെ കണ്ട. അതുകൊണ്ടല്ല തൻ്റെ കാര്യം ഭരതൻ പറഞ്ഞില്ല. രാമനോ രാജാവോ ലക്ഷ്മണനോ ഒരാൾക്ക് മരണം ഉറപ്പാണ് എന്ന് ഭരതൻ ഈ സ്വപ്നത്തെ പറ്റി ഉറപ്പിച്ച് പറഞ്ഞു. അത് കാരണം എൻ്റെ മനസ്സ് വല്ലാതെ അസ്വസ്ഥമായിരിക്കുന്നു. അത് ശരിയാവണമുണ്ട്. ചില സ്വപ്നം ചിലർക്കു ചില കാലം ഒത്തിടാം. ചിലർക്ക് ചില കാലമാണ് കേട്ടോ, എപ്പോഴും അല്ല. പലപ്പോഴും വലിച്ചു കൊള്ളൊന്നുമില്ലെങ്കിൽ അങ്ങനെ സ്വപ്നം കണ്ടു വിചാരിച്ചിട്ട് ആരും ബുദ്ധിമുട്ടണമെന്നോ വിഷമിക്കണമെന്നൊന്നുമില്ല. ചിലപ്പോൾ ഒന്നും സംഭവിക്കാണ്ടിയും കണ്ടിട്ടുണ്ട്, സംഭവിച്ചിട്ടും കണ്ടിട്ടുണ്ട്, സംഭവിക്കാണ്ടിയും കണ്ടിട്ടുണ്ട്. നിമിത്തങ്ങൾ എപ്പോഴും ശരിയാവണം എന്നില്ല. ചിലപ്പോൾ ഒത്തുവെന്നും വരാം, അത്രയേ ഉള്ളൂ. ഇപ്പോൾ ഭരതൻ പറയണ ഭയകാരണമൊന്നും ഞാൻ കാണുന്നില്ല. ആർക്കും ഒന്നും പ്രശ്നമൊന്നും പ്രത്യക്ഷത്തിൽ കാണാനില്ല. പക്ഷേ സ്വപ്നം സൂചിപ്പിക്കുന്നത് എന്തോ വരുന്നുണ്ട്. എനിക്ക് അച്ഛനെ കാണാത്തത് കൊണ്ട് വല്ലാത്ത വിഷമമുണ്ട്. മുമ്പൊന്നുമില്ലാത്ത വിധം ഭയം മനസ്സിൽ നിന്ന് വിട്ടുമാറുന്നില്ല. ഇവാം ച ദുസ്വപ്ന ഗതിം നിശാമ്യഹി ത്വനേ ക്രൂര ത്വനേക രൂപാം അവിതർക്കിതം പുരാ ഭയം മഹത്തദ്യാന്ന യാതിമേ വിചിന്യ രാജാനം അചിന്യ ദർശനം. അതുകൊണ്ട് രാജാവിനെ ഒന്ന് കാണണം എന്ന് വളരെയധികം മനസ്സിങ്ങനെ പറയണു. എന്തോ ഒരു ആപത്ത് വന്നിട്ടുണ്ട് എന്ന് തീർച്ചയാണ് എന്നും ഭരതൻ പറയണു. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അയോധ്യയിൽ നിന്ന് ഇവരാണ്ട് കയറി ചെല്ലണത്. അമാത്യന്മാരും മറ്റ് വേണ്ടപ്പെട്ടവരും ഭരതനെ കൂട്ടിക്കൊണ്ടുവരാൻ ഏൽപ്പിച്ചവരും ആയുധങ്ങളായിട്ടും അതുപോലെ തന്നെ കുതിര വാഹനം ഒക്കെ ആയിട്ട് ഇതാ വന്നെത്തി. ഇനി അവർ തമ്മിലുള്ള സംഭാഷണം, ഭരതൻ്റെ അയോധ്യയിലേക്കുള്ള പ്രതിയാനം, പ്രത്യാഗമനം, അതാണ് അടുത്ത സർഗം മുതൽക്ക് പറയണത്. പൂർവൻ രാമതപോവനാധിഗമനം മത്വാ മൃഗങ്കാഞ്ജനം വൈദേഹീഹരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലീനിഗ്രഹണന്തമുദ്ധതരണം ലങ്കാപുരീദാഹനം
പശ്ചാത്രാവണ കുംഭകർണനിധനം നേതൃത്യ രാമായണം രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേതസേ രഘുനാഥായ നാഥായ സീതായ പദൈ നമഃ. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാൽ പൂർണ്ണമുദച്ഛതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.